കേരളത്തിന് പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മലയാളി സ്ഥാനാർത്ഥിയുണ്ട്. മുംബൈയിൽ ശക്തമായ മത്സരം നടക്കുന്ന നോർത്ത് സെൻട്രൽ മണ്ഡലത്തിലാണ് മലയാളി സാന്നിധ്യം. പത്തനംതിട്ട സ്വദേശി ആൻസൺ തോമസ് പീപ്പിൾസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. താമരയും കൈപ്പത്തിയും തമ്മിലുള്ള കനത്ത പോരാട്ടമാണ് മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ. എന്നാൽ വോട്ടിംഗ് മെഷീനിൽ മൂന്നാമതായി ഒരു മുന്തിരി ചിഹ്നം കാണാം. പീപ്പിൾസ് പാർട്ടി ഓഫ് ഇന്ത്യ സെക്യുലർ സ്ഥാനാർത്ഥി മിസ്റ്റർ ആൻസൺ തോമസിൻ്റെതാണ് ചിഹ്നം. കക്ഷി പത്തനംതിട്ടക്കാരനാണ്. ഞാൻ ബോംബെയിലാണ് ജനിച്ചത്. സോ ഐ എം പ്രൗഡ് ടു ബി എ മലയാളി, ബട്ട് മച്ച് മോർ ദാൻ ദാറ്റ് ഐ എം എൻ ഇന്ത്യൻ. സോ ദാറ്റ് ഈസ് വെയർ ഐ എം സ്റ്റാൻഡിങ് ഫോർ ദിസ് എലക്ഷൻ. ഈ ഇലക്ഷന് മത്സരിക്കാനായിട്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ ദേശത്തെ ഞാൻ സ്നേഹിക്കുന്നു. രാഷ്ട്രീയ പ്രവേശം 3 മാസം മുമ്പെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാണ് ആൻസൺ തോമസ്. ചുവന്ന തെരുവിൽ നിന്ന് 100 കണക്കിന് സ്ത്രീകളെയാണ് ഇതിനോടകം ഏറെ സാഹസികമായി രക്ഷിച്ച് പുതുജീവിതത്തിലേക്ക് നയിച്ചത്. സ്വാഭാവികമായും ജീവിതത്തിൽ ഭീഷണികളും വെല്ലുവിളികളും ഏറെ നേരിട്ടു. അതുകൊണ്ട് എതിരാളികളുടെ വലുപ്പത്തിൽ ഭയമില്ല. എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് കമാട്ടിപ്പുറ റെഡ് സ്ട്രീറ്റിലൊക്കെ ആണെങ്കിൽ. പക്ഷേ അവിടെയും ദൈവമാണ് എന്നെ ആണെങ്കിൽ രക്ഷിച്ചത്. ഞാൻ വലിയ ആൾക്കാരുടെ ഒന്നും അല്ലെങ്കിൽ ഇതായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ മുഖം കണ്ടിട്ട് ഞാൻ ഒരിക്കലും ആണെങ്കിൽ പേടിച്ചിട്ടില്ല. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ കൗൺസിലിംഗ് സെൻറ്റർ, മതസ്വാതന്ത്ര്യം ഉറപ്പാക്കൽ, അങ്ങനെ പ്രകടന പത്രിക അല്പം വ്യത്യസ്തമാണ്. അവരെ ആണെങ്കിൽ ഏത് വിധത്തിൽ ആണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. ഒരു കുടുംബത്തെ ആണെങ്കിൽ നന്നാക്കിയാൽ നമ്മുടെ രാഷ്ട്രം ആണെങ്കിൽ നന്നാവും. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. സ്വദേശമായ പത്തനംതിട്ടയിൽ പീപ്പിൾസ് പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവിടെയും പ്രചാരണത്തിനെത്തിയിട്ടുമുണ്ട്. കസ്റ്റംസിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ആൻസൺ. മുംബൈയിൽ നിന്നും വരുൺ വീനാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.